കാസർഗോഡിനും കുമ്പളയ്ക്കുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മരം വീണതോടെ ട്രെയിനുകളൊക്കെ വൈകുകയാണ്. കാസർഗോഡ് നീലേശ്വരത്ത് ശക്തമായ കാറ്റിൽ മരം വീണു. മൊഗ്രാൽ പുത്തൂരിൽ സർവീസ് റോഡിൽ മരം കടപുഴകി വീണു. വിവരങ്ങളുമായി ചേതൻ ചേരുകയാണ് കാസർഗോഡ് നിന്ന്. ചേതൻ, കാസർഗോഡ് വലിയ മഴയാണ് പലയിടങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ ട്രാക്കിൽ മരം വീഴുന്നു. കാസർഗോഡിനും കുമ്പളയ്ക്കുമിടയിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം പലയിടത്തും ശക്തമായ കാറ്റിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അതേ മനു, ഇന്ന് കാസർഗോഡ് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. 24 മണിക്കൂറിനിടെ അതിതീവ്രമായ മഴയാണ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായത്. അതിതീവ്ര മഴ ഉള്ളതിനാൽ ജില്ലാ ഭരണകൂടം ഇന്ന് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒട്ടനവധി നാശനഷ്ടങ്ങളും ഇന്ന് കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തേത് കാസർഗോഡ് നീലേശ്വരത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണിട്ടുണ്ട്. നീലേശ്വരം പോലീസ് ക്വാർട്ടേഴ്സിന് മുമ്പിലുള്ള റോട്ടിലാണ് മരം കടപുഴകി വീണത്. ഭാഗ്യവശാൽ ആർക്കും തന്നെ പരിക്കില്ല. മറ്റൊന്ന് മനു സൂചിപ്പിച്ചതുപോലെ കാസർഗോഡും കുമ്പളക്കും ഇടയിൽ മൊഗ്രാൽ എന്ന പ്രദേശത്ത് മരം റെയിൽവേ ട്രാക്കിലേക്ക് കടപുഴകി വീണു. 4ഓളം ട്രെയിനുകളാണ് ഇത് കാരണം തടസ്സപ്പെട്ടത്. ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത് അരമണിക്കൂറോളം പൂർണ്ണമായും ഈ റൂട്ടിലേക്കുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഈ അപകട വാർത്ത ഉടൻ തന്നെ അറിഞ്ഞ് റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ഈ മരം നീക്കുകയും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിലാണ്. ഈ കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ സർവീസ് റോഡിൽ മരം കടകുപുഴുകി വീണിട്ടുണ്ട്. ഇന്ന് രാവിലെയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ അപകട സമയത്ത് ആളുകളൊന്നും ഈ റോട്ടിൽ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി ഈ മരം മുറിച്ചു മാറ്റി ഈ മേഖലയിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ വീട് തകർന്നിട്ടുണ്ട്. ഈ കാസർഗോഡ് കോടക്കാട് വെങ്ങാപ്പാറയിലാണ് ഈ മറിയുമ്മയുടെ വീട് ശക്തമായ കാറ്റിൽ തകർന്നത്. മറിയുമ്മയെ കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. ആയതിനാൽ വലിയൊരു ദുരന്തമാണ് ഇത് കാരണം ഒഴിവായത്. മറ്റൊരു കാര്യം മലയോര മേഖലയുടെ സ്ഥിതി എന്താണ്? കാസർഗോഡിന്റെ മലയോര മേഖല ഈ പറയുന്നത് പോലെ ബന്തെടുക്ക, പാണത്തൂര്, മാലം അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ മലയോര മേഖലയിലെ സ്ഥിതി എന്താണ്? തീർച്ചയായും ഈ മലയോര മേഖലയിലും അതുപോലെ തന്നെ തീരദേശ പ്രദേശത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ മേഖലകളിലൊക്കെ വൈദ്യുതി വിതരണത്തിൽ തടസ്സം അനുഭവപ്പെടുന്നുണ്ട് എന്നാണ്. ഇടക്ക് വരുകയും ഇടക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ മേഖലയിലൊക്കെ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ പൊരിഞ്ഞു വീഴാറായ മരങ്ങളൊക്കെ ഈ വീടിന്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റണം എന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കം ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ കാസർഗോഡ് മഞ്ചേശ്വരത്താണ്. അവിടെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പതുക്കെ വെള്ളം ഇറങ്ങിത്തുടങ്ങി എന്നാണ് നമുക്ക് ഏറ്റവും അവസാനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ 1-2 ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് നഗര മേഖലയിലാണ്. 1-2 മണിക്കൂറുകളായി മഴ വിട്ടുമാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷെങ്കിൽ മാനം ഇപ്പോഴും ആകാശം ഇപ്പോഴും കറുത്തിട്ടാണ്. ഏത് സമയവും മഴ പെയ്യാം എന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും കാസർഗോഡ് ശക്തമായ മഴയാണ്. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തോർന്നു നിൽക്കുകയാണ്. പക്ഷേ എത്ര സമയത്തേക്ക് ആ ഒരു ശാന്തത ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. പലയിടങ്ങളിലുള്ള പ്രതിസന്ധികളാണ് ചേതൻ വിശദമായി നമുക്ക് നൽകിയത്.